വാർത്തകളൊക്കെ വരുമ്പോൾ നെഗറ്റീവ് വാർത്തകളും ഒക്കെ നമ്മൾ വായിക്കേണ്ടി വരും. അപ്പോൾ വായിക്കുമ്പോൾ ഇത് ശരിക്കും സത്യമാണോ ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൂടായിരിക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ചോദിക്കുമോ പോയിട്ട് ഇത് ശരിക്കും ഇത് ചോദിക്കാറുണ്ട്, ദൂരെയുള്ളപ്പോൾ ചോദിക്കാറുണ്ട്, അടുത്തുള്ളപ്പോൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ സത്യമാണോ ഈ എഴുതി വരുന്നതൊക്കെ? അപ്പൊ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക? അതൊരു രാഷ്ട്രീയമല്ലേ, അതെങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മള്? അവർക്ക് മനസ്സിലാവുന്ന പക്ഷേ നമ്മൾ പറയുക ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നൊക്കെ നമ്മള് ജനങ്ങൾക്ക് ഇത്രയും കാലം ഉള്ളത് കൊണ്ട് മനസ്സിലാവും കുറെയൊക്കെ. അതെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക്. പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും അല്ലേ? അല്ല, മനഃപൂർവ്വമായി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങൾ നേരിടുന്ന ഒരാളാണ് ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും കുറേ ആളുകൾ ഇറങ്ങി എനിക്കെതിരായിട്ട് പറയും. അപ്പോൾ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആസൂത്രിതമാണ്. ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് വിധേയമാകുന്നു. പിന്നെ ഞാനിപ്പോൾ അതൊന്നും വായിക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ആ സോഷ്യൽ മീഡിയ തന്നെ സാർ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം അഭിമുഖങ്ങളൊക്കെ ഇടുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ അത്? അതെ അതെ അതെ. ചില ആളുകളോട് ഞങ്ങൾ അഭിമുഖം, പരസ്പരം സംസാരം, ചർച്ച ഒക്കെ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ ആളുകൾക്ക് അത് സന്തോഷം. ഒത്തിരി ആളുകൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇൻഫർമേറ്റീവ് ആണ്, കുറേ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും, അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അല്ല, കുറച്ചുകൂടെ സമാധാനത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു ധൃതിയില്ല, പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ഒരു നല്ല പരിപാടിയായിട്ടാണ് എനിക്കും തോന്നുന്നത്. അത് തുടരണം, ആ അഭിമുഖങ്ങളും തുടരണം. കേരളത്തിൽ നമ്മൾ സിനിമയിൽ പാട്ടുകളുണ്ട്. ഒരു കാലഘട്ടത്തിൽ പാട്ടുകളായിരുന്നു പ്രധാനപ്പെട്ടത് സിനിമകൾ. ഇപ്പൊ പാട്ട് കുറവാണ്, മറ്റൊരു തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഏത് കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാ? നമ്മൾ പഴയ കാലഘട്ടത്തിലാണ് നല്ല പാട്ടുകൾ. ഇപ്പൊ പാട്ടുകളില്ല. ഇപ്പൊ ട്രാക്കിനനുസരിച്ച് പാട്ടുണ്ടാക്കുക, അതിനനുസരിച്ച് പാടുകയാണ്. പണ്ടങ്ങനെയല്ല. ഇപ്പോൾ വയലാറൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. വയലാർ പാട്ടുകൾ അവർ പാട്ട് എഴുതി കൊടുത്തിട്ട് അതാണ് ചിട്ട ചെയ്യുന്നത് അല്ലേ? ദേവരാജ് മാഷ് നന്നായിട്ട് ട്യൂൺ ചെയ്ത് വരുന്ന പാട്ടുകൾ, അത് യേശുദാസ് പാടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതൊക്കെ വലിയൊരു അല്ലേ? നമുക്കിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ജയചന്ദ്രൻ, അവരൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. അവരൊക്കെ പാടുന്ന പാട്ടുകൾ, പിന്നെ ശ്രീകുമാരൻ തമ്പി നല്ല പാട്ടുകൾ, അവിടെയൊക്കെ എത്രയോ പാട്ടുകളാണുള്ളത്. പക്ഷെ ഇന്നൊന്നും ഒരു പാട്ടും അങ്ങനെ വരുന്നില്ല അല്ലേ? മോൻ പാടുന്ന കേൾക്കാം, പാലാപ്പള്ളി, തിരുപ്പള്ളി എന്നൊക്കെ അങ്ങനെയുള്ള പാട്ടുകളാണ്. ഈ അപ്പൊ പുതിയ പാട്ട് കേൾക്കുമ്പോൾ നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ എന്നൊക്കെ പറയുന്ന ഹിറ്റ് പാട്ടുകളാണ്. അതൊക്കെ കേൾക്കുമ്പോഴും റാപ്പ് സോങ്സ് അതൊക്കെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ ഇളയ മൂത്ത മോന്റെ മോനിലൂടെയാണ്. അല്ല, അത് കേൾക്കുമ്പോ എന്താണ് ഈ പറയുന്ന പഴയ പാട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് ഈ പാട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന വലിയ സമൂഹമുണ്ട്. ഉണ്ട്. ഞങ്ങൾ മൂത്ത മോന്റെ മോൻ ആ പാട്ടാ ഇഷ്ടം അല്ലേ? ഭക്ഷണം കഴിക്കണം, ഇത് വെച്ച് കൊടുക്കണം, പാലാപ്പള്ളി. ഈ പിള്ളേരോടൊക്കെ കളിക്കുമ്പോൾ ചെറിയ ആൾക്കാരും ഉണ്ടല്ലോ ഇവിടെ. അപ്പം കളിക്കുമ്പോൾ എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ? അത് അപ്പൊ കുഞ്ഞുകുട്ടി ആവണമല്ലോ നമ്മളും. അപ്പൊ അവരോടൊപ്പം ആന കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. എന്നിട്ട് അവർക്കത് ഇഷ്ടപ്പെടുവോ? അപ്പം എങ്ങനെയാണ് കാണുന്നത്? ആന കളിക്കാൻ പറയാം, പറയാം നമ്മളോട് ആന കളിക്കണം. അപ്പൊ നമ്മുടെ പുറത്ത് കയറി ആന കളിക്കും, നമ്മൾ അതുപോലെ പോകണം. അല്ല, ആ സമയത്തൊക്കെ നമ്മളൊരു വലിയ പൊളിറ്റിക്കൽ ലീഡറാണ്. അതൊക്കെ നമ്മൾ അവരുടെ മനസ്സിനോടൊപ്പം ഒത്തുചേരുകയാണുള്ളത്. പക്ഷെ ഈ മക്കൾക്ക് എപ്പോഴും പരാതി ഉണ്ടാവും സമയം കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും കുറച്ച് ആ കാര്യത്തിലൊക്കെ പരിഭവം പറയുമ്പോ എന്താ തിരികെ മറുപടി പറയാ? ഇപ്പൊ ഒന്നും ആരും പരിഭവം പറയില്ല, ഇപ്പൊ അറിയാം. പക്ഷെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ മക്കളുമായിട്ട് അത്രയും അടുപ്പം സമയം കിട്ടുന്നില്ല. കൊച്ചുമക്കളുമായിട്ട് കുറെ കൂടെ സമയം നമുക്ക് കിട്ടും. പാർലമെന്റിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് അവർ സ്കൂളിൽ പോകും, നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് അവർ ഉറങ്ങും. അപ്പൊ അങ്ങനെ ആ ടൈമിങ്, നമ്മുടെ ടൈമിങ് അവരുടെ ടൈമിങ് നമ്മൾ ഒത്തുപോകില്ല പലപ്പോഴും. മകന്റെ മകനോടാണ് കൂടുതൽ നമുക്ക് ഇപ്പൊ അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു സമകാലിക വിഷയം, ഇപ്പോൾ സാർ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഒരുപാട് ലഹരിക്കെതിരായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ വിൻഷി അലോഷ്യസ് അതുമായി ബന്ധപ്പെട്ട് സംഘടനകൾക്കൊരു പരാതി കൊടുത്തിരിക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് സിനിമ മാത്രമല്ല, മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവം അനുസരിച്ച് ഒരുപാട് തരത്തിലുള്ള റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഹോട്ടലുകൾ പോലും ഇപ്പോൾ അന്ന് സാറിൻ്റെ കാലഘട്ടത്തിൽ കുറച്ച് വലിയ ഹോട്ടലുകളിൽ റെയ്ഡ് നടക്കുന്നത് സംബന്ധിച്ച് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഭയങ്കര എവിഡൻ്റ് ആണ്, നമുക്കറിയാം ഇതുണ്ട്. അതും സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കേരളത്തിന്? ശക്തമായ നടപടിയാണ് ആവശ്യം. ആ നടപടി ഉണ്ടായാൽ ഇത് നിൽക്കും.
ഞാൻ പറയുന്നു 24 മണിക്കൂർ കൊണ്ട് കേരള പോലീസ് വിചാരിച്ചാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിയും. ഞാനങ്ങനെ അറുത്തിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ നമ്മൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോട്ടിൽ വൻകടലിൽ പോയി പാർട്ടികൾ നടത്തുന്നവരെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വരവ് എവിടെ നിന്നാണെന്ന് പോലീസിനറിയാം. എയർപോർട്ടുകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്, കപ്പലുകളിൽ പിടിച്ചിട്ടുണ്ട്, വൻകിട ബോട്ടുകളിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിനൊരു വലിയ ഘടകമാണ്. ട്രെയിനുകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പരാതി കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ ഉറങ്ങുകയായിരുന്നു, ഒന്നും ചെയ്തില്ല. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഒരുമിച്ച് വലിയൊരു ഇഷ്യൂ ആണ് ഇതെന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇടപെടുന്നത്. അന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം തന്നെ ഒരു സിനിമ അഭിനയിച്ച് ഞങ്ങൾക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയും. മാത്രമല്ല വൻതോതിൽ പോലീസ് മറ്റൊന്നും നോക്കാതെ ശക്തമായ നടപടി സ്വീകരിച്ചു ഈ മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 9 വർഷം ഒന്നും ചെയ്തില്ല. അവിടെയാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ നമ്മൾ കാണുന്നത്. ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ല. ഇന്ന് കോളേജിലെ ഹോസ്റ്റലിൽ മുഴുവൻ ഡ്രഗ്സ്, ചെറുപ്പക്കാരായ കുട്ടികൾ മുഴുവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. ഇത് തടയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ പുതിയ തലമുറ എവിടെ എത്തുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. സിനിമയെ മാത്രമൊന്നുമല്ല, ലേഡീസ് ഹോസ്റ്റലുകളിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ ലഹരിയുടെ വ്യാപനം. ഈ ലഹരിക്കെതിരെ സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും ബോട്ടിലിംഗ് യൂണിറ്റും അനുവദിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൂടി ജനങ്ങളെ വിലയിരുത്തും. കേരളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം പുതിയ ബ്രൂവറി തുടങ്ങുകയാണോ, ഡിസ്റ്റിലറി തുടങ്ങുകയാണോ, ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങുകയാണോ? അല്ലല്ലോ, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ ലഹരിയെ പരിപൂർണമായും നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം. ഗവൺമെൻറ് ഉദ്ദേശശുദ്ധി ശരിയാകണം. എങ്കിലും മാത്രമേ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പോലീസ് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ചെറിയ അണലി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഡ്രഗ്സ് അടിച്ചിട്ട് ഏൽക്കുന്നില്ലെങ്കിൽ ഈ അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാക്കെ കൊത്തിക്കും. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ട്. പൊട്ടിട്ടുണ്ട് വരുന്ന ആ പൊട്ട് ഇതിൻ്റെ ഭാഗമാണ്. നാക്കിനടിയിൽ സ്റ്റാമ്പ് പോലുള്ള സാധനങ്ങൾ, കയ്യിലൊട്ടിക്കുന്ന പ്ലാസ്റ്ററുകൾ. നമ്മൾ വിചാരിക്കും പ്ലാസ്റ്ററാണോ? അല്ല, അത് ലഹരിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വരുമ്പോൾ അതിനെ ശക്തമായി നിയന്ത്രിക്കുക.